You are watching Today News. അങ്ങാടിപ്പുറം ആൽപ്പാക്കുളം നവീകരണത്തിൽ വിവാദങ്ങൾ പുകയുന്നു. ചരിത്ര പ്രാധാന്യം കൊണ്ടും പൗരാണികത കൊണ്ടും ശ്രദ്ധേയമായ കുളം സൗന്ദര്യവൽക്കരിച്ച് സംരക്ഷിക്കാൻ PMSKY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് നടപടി തുടങ്ങിയത്. എന്നാൽ കുളത്തിന്റെ പൗരാണിക നിർമ്മിതിയെ മറയ്ക്കുന്ന തരത്തിൽ കോൺക്രീറ്റ് വാൾ ഉയർന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ് വിശ്വാസികൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. അങ്ങാടിപ്പുറം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മാലിന്യങ്ങളാൽ നിറഞ്ഞ ആൽപ്പാക്കുളത്തെ വീണ്ടെടുക്കാൻ പെരിന്തൽമണ്ണയിലെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് തീരുമാനമെടുത്തത്. മലബാർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കുളം MR മുരളി ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്താണ് നവീകരണത്തിന് അനുമതി നൽകിയത്. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ദേവസ്വം ബോർഡ് അധികൃതർ, നിർവഹണ ഉദ്യോഗസ്ഥർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെട്ട യോഗത്തിൽ വെച്ചാണ് ആൽപ്പാക്കുളം നവീകരണത്തിന്റെ പ്രാരംഭ ചർച്ച നടത്തിയത്. 20 മാസങ്ങൾക്കിപ്പുറം പുതിയ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത്. യന്ത്രസഹായത്തോടെ വെള്ളം മുഴുവനായും വറ്റിച്ച് വൃത്തിയാക്കിയപ്പോഴാണ് കുളത്തിന്റെ പൗരാണികത പുറത്ത് ദൃശ്യമായത്. എന്നാൽ ആ നിർമ്മിതിയെ പൂർണ്ണമായും കോൺക്രീറ്റിട്ട് മൂടി പ്രവൃത്തികൾ പുരോഗമിച്ചതോടെയാണ് വിശ്വാസികളും പഴമയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. മാമാങ്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രപരമായും പൗരാണിക നിർമ്മിതി കൊണ്ട് ശ്രദ്ധേയമായതുമായ ആൽപ്പാക്കുളം അതിന്റെ പൗരാണികതയും പ്രാധാന്യവും നിലനിർത്തി നവീകരിക്കുന്നതിനു പകരം കൃത്യമായ അജണ്ടയോടെ സ്വാർത്ഥ താൽപര്യങ്ങൾ മുൻനിർത്തി പുനരുദ്ധരിക്കുകയാണെന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിനെതിരെ ഉയരുന്ന ആരോപണം. ഭാസുരി ഹോട്ടലിനു സമീപത്തുകൂടി കടന്നുപോകുന്ന റോഡിന് വീതി കൂട്ടാൻ ഇതിന്റെ മറപറ്റി ശ്രമം നടത്തുന്നതായും ആരോപണമുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നെജ്മ തബ്ഷീറ പ്രതികരിച്ചു. മാലിന്യം മൂടിക്കിടന്ന ആൽപ്പാക്കുളം നവീകരിച്ച് നടപ്പാത അടക്കം നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് അതിന്റെ ഗുണം ലഭിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാനാണ് ആലോചിച്ചതെന്നും കൽപ്പടവുകൾ അതേപോലെ നിലനിർത്തിയാൽ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാലാണ് കോൺക്രീറ്റ് വാൾ കെട്ടിയുയർത്തിയതെന്നും അവർ പറഞ്ഞു. സംരക്ഷണ പ്രവർത്തികൾക്ക് വേണ്ടി മുഴുവൻ വെള്ളം വറ്റിച്ച് പ്രവർത്തികൾ ആരംഭിച്ചത്. അപ്പോഴാണ് അതിന്റെ ഏറ്റവും ഭംഗിയുള്ള കൽപ്പടവുകൾ ദൃശ്യമായത്. ആ കൽപ്പടവുകൾ പലതും വെള്ളം വറ്റിക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റിയത് ഇളകി നിൽക്കുകയായിരുന്നു. ആ കൽപ്പടവുകൾ നല്ല ഭംഗിയുള്ള കൽപ്പടവുകളാണ്, പക്ഷെ അത് ഇളകി നിൽക്കുകയാണ്. നമ്മളത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ബാക്കി എന്തെങ്കിലും വർക്ക് എടുത്താൽ അത് സ്വാഭാവികമായും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ പൊളിഞ്ഞു വീഴാനും, കാരണം അടിയിലുള്ള ചളിയും മണലും ഒക്കെ പോരുന്നത്, അപ്പം അത് പൊളിഞ്ഞു വീഴാനും അതിന് തൊട്ടടുത്തുള്ള റോഡിന് വരെ ഭീഷണിയാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ സ്ട്രെങ്തനിങ് വർക്ക് ആദ്യം ചെയ്തത്. അതിന്റെ ഉറപ്പ് കൂട്ടുന്നതിന് വേണ്ടിയാണ് അവിടെ കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആ കൽപ്പടവുകളുടെ ഭംഗി അതുപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനം. തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള കുളം പൊതുസംവിധാനത്തിന്റെ ഭാഗമാകുമോ എന്ന ആശങ്കയാണിപ്പോൾ വിശ്വാസികൾക്ക്. ആൽപ്പാക്കുളം നവീകരണത്തിൽ ഹിഡൻ അജണ്ടകളുണ്ടോ? ആൽപ്പാക്കുളത്തിന്റെ കൽപ്പടവുകളുടെ മനോഹാരിതയും പൗരാണികതയും നിലനിർത്തി കുളം നവീകരണം സാധ്യമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തും മലബാർ ദേവസ്വം ബോർഡും തമ്മിലുണ്ടാക്കിയ ധാരണകൾ എന്തെല്ലാമാണ്? പുകയുന്ന കുളം നവീകരണ വിവാദത്തിൽ മറുപടി പറയേണ്ടത് അധികൃതരാണ്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.